ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു RK ക്ലാസ്സസ്. മക്കളെ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, സാർ ഞങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെട്ടിട്ടില്ല, ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം പുതുക്കി നൽകണോ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ പുതുക്കി നൽകണം, അത് ഇപ്പോഴല്ല, എപ്പോഴാണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ +1 സയൻസിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ഓരോ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റർ വൈസ് നോട്ടുകൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ചാപ്റ്റർ വൈസ് ക്ലാസ്സും 100% ഫ്രീ ആണ്. ഒരു രൂപ പോലും നിങ്ങളോട് എന്ത് ചെയ്യുന്നില്ല, ചാർജ് ചെയ്യുന്നില്ല. 100% ഫ്രീ ആയിട്ട് ചാപ്റ്റർ വൈസ് നോട്ടുകൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കമ്മ്യൂണിറ്റിയിൽ ലഭ്യമായിരിക്കും. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അലോട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും അപ് ടു ഡേറ്റ് ആയിട്ട് മക്കൾക്ക് തന്നുകൊണ്ടേയിരിക്കും. ഇപ്പോഴാണ് അപ്ലിക്കേഷൻ ഫോം പുതുക്കി നൽകേണ്ടത് ഒരു ക്വസ്റ്റ്യൻ, അത് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത് സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത് സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടിയാൽ, പല വീഡിയോയിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യമാണ്, അവിടെ നിങ്ങൾ ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. അവിടെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ നിർബന്ധിതരാണ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ കൊടുത്ത സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ, നിങ്ങൾക്ക് അവിടെ പോയി, നിങ്ങൾക്ക് ആ സ്കൂൾ ഇഷ്ടമല്ല, 5ാമത്തെ ഓപ്ഷൻ കൊടുത്ത സ്കൂൾ ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ കിട്ടിയാൽ കൊള്ളാമെന്നില്ല, നിങ്ങൾ അവിടെ പോയി ടെമ്പററി അഡ്മിഷൻ എടുക്കുക. ടെമ്പററി അഡ്മിഷൻ, ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ടെമ്പററി അഡ്മിഷൻ എടുത്ത് ഹയർ ഓപ്ഷന് വേണ്ടി ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിനും തേർഡ് അലോട്ട്മെൻറ്റിനും ഒക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി സെക്കൻഡിലും തേർഡിലും ഇതേ സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടിയെങ്കിൽ, തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളവിടെ പെർമനൻറ്റ് ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ 5th ഓപ്ഷൻ കിട്ടിയ സ്കൂളിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് താഴോട്ടുള്ള എല്ലാ ഓപ്ഷനും ഡിലീറ്റായി. ഇനി നമുക്ക് മുകളിലോട്ട് മാത്രമേ പോകാൻ പറ്റൂ. അത് 4th-ലേക്കോ 3rd-ലേക്കോ 2-ലേക്കോ 1-ലേക്കോ പോകാൻ പറ്റും. എന്ത് ചെയ്യുക, അല്ലാതെ താഴോട്ടുള്ള എല്ലാ ഓപ്ഷനും അവിടെ ഡിലീറ്റായി. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു, നിങ്ങൾക്ക് തേർഡ് ഓപ്ഷൻ കൊടുത്ത് സ്കൂളിൽ കിട്ടി. നിങ്ങൾക്ക് തേർഡ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെയും പോയിട്ട് എന്ത് ചെയ്യാം, ടെമ്പററി അഡ്മിഷൻ എടുക്കാം. അപ്പോൾ 4ഉം 5ഉം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു, ഡിലീറ്റായി. ഇനി നിങ്ങൾക്ക് അങ്ങോട്ടേ പോകാൻ പറ്റൂ, 2-ലേക്കോ 1-ലേക്കോ പോകാൻ പറ്റും. തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. തേർഡ് അലോട്ട്മെൻറ്റിൽ 2-ൽ കിട്ടിയാൽ 2-ൽ എടുക്കാം, അല്ലെങ്കിൽ 1-ൽ എടുക്കാം. ഓക്കെ, ടെമ്പററി അഡ്മിഷൻ എടുത്ത സ്ഥലത്ത് മക്കൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. പിന്നീട് നിങ്ങൾ വിചാരിക്കുക അവിടെ പെർമനൻ്റ് ആവണം എന്ന് വിചാരിച്ചാൽ പെർമനൻ്റ് ആവാൻ പറ്റില്ല. നിങ്ങൾക്ക് സെക്കൻഡിലേക്ക് കിട്ടിയാൽ നിങ്ങൾ 2-ലേക്കോ 1-ലേക്കോ പോയേ പറ്റൂ. ഓക്കെ, അതിന് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇനി എപ്പോഴാണ് നമ്മൾ അപ്ലിക്കേഷൻ ഫോം പുതുക്കി നൽകേണ്ടതെന്ന്, ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും കഴിയുന്നതോടുകൂടി ഈ അലോട്ട്മെൻറ്റ് ഒരു പാർട്ട് അവിടെ അവസാനിച്ചു. ഇനി നമുക്ക് വരാൻ പോകുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, വേക്കൻ്റ് ആയിട്ടുള്ള സ്കൂളുകളും വേക്കൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് കോമ്പിനേഷനുകളും ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യും. ഈ പബ്ലിഷ് ചെയ്ത സീറ്റുകളും അതുപോലെ സബ്ജക്റ്റ് കോമ്പിനേഷനുകളും നോക്കി നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപ്ലിക്കേഷൻ ഫോം പുതുക്കി നൽകണം. അതായത് നിങ്ങൾ ഇപ്പോൾ കൊടുത്ത അപ്ലിക്കേഷൻ ഫോം വാല്യൂഡ് ആവുന്നത് 1st, 2nd, 3rd മാത്രമാണ്. 3rd-ന് ശേഷം നമ്മൾ വീണ്ടും ആപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്യുക, പുതുക്കി നൽകണം. പുതുക്കി നൽകുന്നതിന് എന്ത് നോക്കണം, ഗവൺമെൻറ് പബ്ലിഷ് ചെയ്ത ലിസ്റ്റ് നോക്കണം. ഏതൊക്കെ സ്കൂളിലാണ് സീറ്റ് വേക്കൻ്റ് ആണെന്ന് നോക്കണം, ഏതൊക്കെ സബ്ജക്റ്റ് കോമ്പിനേഷനാണ് അവൈലബിൾ ആയത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പുതുക്കി നൽകുക. മക്കൾ മനസ്സിലാക്കേണ്ടത്, മാനേജ്മെൻറ്റ് കോട്ട, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ട, അല്ലെങ്കിൽ സ്പോർട്സ് കോട്ട, അല്ലെങ്കിൽ മെറിറ്റ് സീറ്റ്, ഇതിലേതെങ്കിലും ഒരു തവണ നിങ്ങൾ അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററിക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. വേറൊരു കാര്യം നിങ്ങൾ നോക്കേണ്ടത്, ഓൾറെഡി നിങ്ങൾക്ക് സീറ്റ് കിട്ടി, ഗവൺമെൻറ് സീറ്റ് നൽകി, ഏതെങ്കിലും അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടു, പക്ഷേ നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല. അത് നിങ്ങളെ അറിവില്ലായ്മ കാരണം നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല എന്ന് കരുതുക. പിന്നെ നിങ്ങൾക്ക് സപ്ലിമെൻ്ററിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? അലോട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഞാൻ പറഞ്ഞില്ല, അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. ആദ്യം കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ RK കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ വീണ്ടും സയൻസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കംപ്ലീറ്റ് നോട്ടുകളും ക്ലാസ്സുകളും RK ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്.